Good morning, everyone. Next topic from the first chapter, distinction between agreement and contract. An agreement is an understanding or arrangement reached between two or more parties. A contract is a specific type of agreement that by its terms and elements is legally binding and enforceable in a court of law. Agreement ഒരു അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ രണ്ട് പാർട്ടീസാണ്. വെറും അറേഞ്ച്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ്. രണ്ട് പാർട്ടീസിനും എന്താണ് അവർ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് അഗ്രിമെൻ്റ് ആണ് കോൺട്രാക്റ്റ്. അതേപോലെ തന്നെ അതിലത്തെ എല്ലാ എലമെൻസും ലീഗലി ബൈൻഡിങ്ങും ലോ പ്രകാരം എൻഫോഴ്സിബിളുമാണ്. സോ ഡിഫറൻസ് ചോദിക്കും. സോ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഡെഫിനേഷൻ ആണ്. വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഫോർ എഗ്രിമെൻറ്റ്? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. Then contract, an agreement is enforceable at law, it is a contract. Then creation. Agreement is the sum total of offer and acceptance. ഒരു ഓഫറും ഒരു ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ എഗ്രിമെൻ്റ് ആയി. ബട്ട് ഇൻ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ ആണ്. Then third one, legal effect. Agreement that lacks any of the required elements of a contract has no legal effect. എഗ്രിമെൻറ്റിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ലാക്ക് ഇല്ലാതിരുന്നാൽ അതിൻ്റെ ലീഗൽ എഫക്റ്റ് നഷ്ടപ്പെടും. എ കോൺട്രാക്റ്റ് ഈസ് ലീഗൽ ബൈൻഡിങ് ആൻഡ് ഇറ്റ്സ് ടേം മേ ബി എൻഫോഴ്സിബിൾ ഇൻ കോർട്ട് ഓഫ് ലോ. ഒരു കോൺട്രാക്റ്റ് ലീഗലി ബൈൻഡിങ് ആണ്, അതിൻ്റെ ടേംസ് മേ ബി എൻഫോഴ്സിബിൾ ബൈ ദി കോർട്ട് ഓഫ് ലോ. ഇത് ബൈൻഡിങ് പറഞ്ഞാൽ അടുത്ത ബേസിസ് ബൈൻഡിങ്. എഗ്രിമെൻറ്റ് ഈസ് നോട്ട് ഓൾവേസ് എ കൺക്ലൂഡഡ് ഓർ ബൈൻഡിങ് കോൺട്രാക്ട്. എല്ലാ എഗ്രിമെൻറ്റും ഒരു മുഴുവനായിട്ടും ഒരു മുഴുവനായിട്ടും ഒരു ബൈൻഡിങ് കോൺട്രാക്റ്റ് ആണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ബട്ട് എ കോൺട്രാക്റ്റ് ഈസ് ഓൾവേസ് എ കൺക്ലൂഡഡ് ആൻഡ് ബൈൻഡിങ് ഓൺ ദ കൺസേൺഡ് പാർട്ടീസ്. കോൺട്രാക്റ്റിൽ ലോ പ്രകാരം കൺക്ലൂഡഡ് ആയിട്ടുള്ള ബൈൻഡിങ് ആയിട്ട് കൺസേൺഡ് പാർട്ടീസ് ബൈൻഡിങ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആയിരിക്കും. ദെൻ കോൺസെപ്റ്റ്. All agreements are not contracts because they may not possess some of the essential elements of a valid contract. എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് ആവില്ല. വൈ? ബിക്കോസ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ചിലപ്പോൾ ചില കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കുകയില്ല, ചില എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കുകയില്ല. ദെൻ ഫോർ കോൺട്രാക്റ്റ്, ഇൻ കോൺട്രാക്റ്റ് all contracts are agreement because an agreement is the beginning of a contract. കോൺട്രാക്റ്റിൽ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻ്റ് ആണ്, കാരണം ഒരു കോൺട്രാക്റ്റ് തുടങ്ങുന്നത് ഒരു എഗ്രിമെൻറ്റിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡ് കോൺട്രാക്റ്റ്. ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. ഫസ്റ്റ് വൺ, എൻഫോഴ്സിബിലിറ്റി. An agreement not enforceable by law is said to be void. In case of void agreement, ലോ പ്രകാരമല്ലാത്ത എഗ്രിമെൻറ്റിന് വോയിഡ് ആയിട്ട്, നള്ളിറ്റി ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ദെൻ വോയിഡ് കോൺട്രാക്റ്റ്. എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ അറ്റ് ലോ. ഒരു വോയിഡ് കോൺട്രാക്റ്റ് എന്താവും? ലോ പ്രകാരം എൻഫോഴ്സിബിൾ ആവും, ബിക്കംസ് വോയിഡ് ആവും വെൻ ഇറ്റ് സീസസ് ടു ബി എൻഫോഴ്സിബിൾ അറ്റ് ലോ. ലോ പ്രകാരം അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. ദെൻ വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് എഗ്രിമെൻറ്റ് തുടക്കം തൊട്ട് തന്നെ ഫ്രം ദ ബിഗിനിങ് തന്നെ അതെന്തായി? വോയിഡ് അബ് ഇനീഷ്യോ. ഇറ്റ് നെവർ മെച്യൂർസ് ഓൺ ടു എ കോൺട്രാക്ട്. അതൊരു കോൺട്രാക്റ്റിലേക്ക് എൻറേഡ് ആവില്ല. ഓൺലി എൻ എഗ്രിമെൻറ്റ് ക്യാൻ ബി വോയിഡ് അബ് ഇനീഷ്യോ. ഒരു എഗ്രിമെൻ്റ് ആണ് എപ്പോഴും വോയിഡ് അബ് ഇനീഷ്യോ ആവുക. Then void contract was valid at the time of formation but become void subsequently due to some reason like impossibility or illegality of performance. A contract cannot be void ab initio. ഒരു എഗ്രിമെൻറ്റ് ചിലപ്പോൾ ബിഗിനിങ് തന്നെ എന്താവും? വോയിഡ് അബ് ഇനീഷ്യോ ആവും. പക്ഷെ വോയിഡ് കോൺട്രാക്റ്റ് തുടക്കത്തിൽ എന്തായിരിക്കുകയില്ല? വോയിഡ് അബ് ഇനീഷ്യോ ആവുകയില്ല. ബിഗിനിങ്ങിൽ വോയിഡ് അബ് ഇനീഷ്യോ ആവില്ല. വോയിഡ് കോൺട്രാക്റ്റ് വാലിഡ് ആവും ഫോർമേഷൻ ടൈമിൽ. പിന്നീട് അതിൻ്റെ ഒരു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസോ ഇല്ലീഗാലിറ്റി വരുന്നത് കൊണ്ടോ അത് ചിലപ്പോൾ വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറും. തേർഡ് വൺ, ലീഗൽ റൈറ്റ് ആണ്.
ഒരു വോയിഡ് എഗ്രിമെൻറ്റിൽ ഒരു ലീഗൽ റൈറ്റ്സും ഉണ്ടാവില്ല, ലീഗൽ റെസ്പോൺസിബിലിറ്റീസും പാർട്ടീസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട പാർട്ടീസ് തമ്മിൽ ഉണ്ടാവുകയില്ല. ദെൻ വോയിഡ് കോൺട്രാക്ട് ജനറലി ക്രിയേറ്റ് എ റൈറ്റ് ആൻഡ് ആൻ ഒബ്ലിഗേഷൻ അപ്പോൺ ദ പാർട്ടീസ്. വോയിഡ് കോൺട്രാക്ട് ഓൾറെഡി പാർട്ടീസ് തമ്മിലുള്ള പാർട്ടീസിൻ്റെ റൈറ്റ് എന്താ, ഒബ്ലിഗേഷൻ എന്താ എന്നുള്ളത് ക്രിയേറ്റഡ് ആയിട്ടുണ്ടാകും. ദെൻ ലാസ്റ്റ് ബേസിസ് ഡാമേജ്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഡാമേജ് ഡസ് നോട്ട് അറൈസ്. വോയിഡ് എഗ്രിമെൻറ്റിൽ തുടക്കത്തിൽ തന്നെ എന്താ പറയുക, അത് വോയിഡ് അബിനീഷ്യം ആയതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ആ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡാമേജസിന് എന്തെങ്കിലും പരിഹാരം വേണമെന്നുള്ള ചോദ്യം തന്നെ അതിൽ ഉയരുന്നില്ല. കാരണം വോയിഡ് എഗ്രിമെൻറ്റ് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഇറ്റ് ഷുഡ് ബി വോയിഡ്. ദെൻ വോയിഡ് കോൺട്രാക്ട് തുടക്കത്തിൽ അതിൽ വാലിഡിറ്റി ഉള്ളത് കാരണം പാർട്ടീസിന് ക്ലെയിംസിന് വേണ്ടിയിട്ട് അഗ്രീവ്ഡ് പാർട്ടി പറഞ്ഞാൽ ആരാണ്, നഷ്ടം സംഭവിച്ച ആൾക്ക് ക്ലെയിം ചെയ്യാം ഫോർ ദ ഡാമേജസ്. അനദർ വൺ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്ട്. ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ. വോയിഡ് അബിനീഷ്യോ. എന്താണ് വോയിഡ് അബിനീഷ്യോ? ഫ്രം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് it becomes void. A void agreement is void ab initio and defects are incurable. വോയിഡ് എഗ്രിമെൻറ്റിൽ തുടക്കം തന്നെ വോയിഡ് അബ് ഇനീഷ്യോ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡിഫക്ട്സ് ഡാമേജസിന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഇൻക്യൂറബിൾ, അത് എന്താണ്, മാറൂല. ഓക്കെ. വോയിഡബിൾ കോൺട്രാക്ട്. ദി ഡിഫക്ട്സ് ഇൻ ദ കേസ് ഓഫ് വോയിഡബിൾ എഗ്രിമെൻറ്റ് ഈസ് ക്യൂറബിൾ ആൻഡ് മേ ബി കണ്ടോൺഡ്. വോയിഡബിൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഡിഫക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം കാണാവുന്ന ഒന്നാണ്. സെക്കൻഡ് വൺ, എൻഫോഴ്സിബിലിറ്റി. ബിഗിനിങ് തൊട്ട് ഇത് ലോക്ക് എതിരാണ്, അതിന് യാതൊരു ലീഗൽ എഫക്ട്സും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റിൽ പാർട്ടീസിന് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർട്ടീസ് ടു കണ്ടിന്യൂ വിത്ത് ദാറ്റ് കോൺട്രാക്ട് ഓർ അതർവൈസ് റിജക്ട് ദാറ്റ് കോൺട്രാക്ട് അക്കോർഡിംഗ് ടു ദെയർ ഓപ്ഷൻ. സോ അണ്ടിൽ ഇറ്റ് ഈസ് റിപ്യൂഡിയേറ്റഡ് ഓർ റിസൈൻഡ് ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ. നമ്മളൊരാളെ ഷൂട്ട് ചെയ്ത് ത്രെട്ടൻ ചെയ്തിട്ട് കാര്യം സാധിക്കണമെന്ന് പറഞ്ഞില്ലേ. സോ ആ ത്രെട്ടൻ ഏറ്റ ആളുടെ ഓപ്ഷൻ അനുസരിച്ചിരിക്കും ആ കോൺട്രാക്റ്റ് വാലിഡായിട്ട് കൊണ്ടുപോകണോ അതോ ആ കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റഡ് അതർവൈസ് ക്യാൻസൽഡ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ. തേർഡ് പോയിന്റ്, റൈറ്റ് ഓഫ് തേർഡ് പാർട്ടി. A third party cannot acquire any right from person claiming under such contract. ഒരു തേർഡ് പാർട്ടിക്ക് ഒരു റൈറ്റ് ഇല്ല ഈ ഒരു കോൺട്രാക്റ്റിൽ ക്ലെയിം ചെയ്യാണ്. ബട്ട് ഇൻ കേസ് ഓഫ് വോയിഡബിൾ കോൺട്രാക്ട്, തേർഡ് പാർട്ടി ഹാവ് എ വാലിഡ് ടൈറ്റിൽ ഫ്രം എ പേഴ്സൺ ക്ലെയിമിങ് സച്ച് എ കോൺട്രാക്ട്. തേർഡ് പാർട്ടിക്ക് വാലിഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ കോൺട്രാക്റ്റിൽ ക്ലെയിം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ ഡാമേജസ്. വോയിഡ് എഗ്രിമെൻറ്റ് അൺഎൻഫോഴ്സിബിൾ ആണ്. നോൺ പെർഫോമൻസ് ഓഫ് ദി അഗ്രിമെൻറ്റ് ഒരു കോമ്പൻസേഷന് വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വോയിഡ് എഗ്രിമെൻറ്റിനില്ല. പക്ഷേ വോയിഡബിൾ കോൺട്രാക്റ്റിൽ എ പേഴ്സൺ ഈസ് എൻടൈറ്റിൽഡ് ടു കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഡാമേജ് സഫേർഡ് ബൈ ഹിം ഓൺ അക്കൗണ്ട് ഓഫ് ദി നോൺ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാത്തത് കൊണ്ട് ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ലോസോ ഡാമേജോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. Okay. Next one, distinction between void contract and voidable contract. Meaning, a contract which ceases to be enforceable by law becomes void when it ceases to be enforceable. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Then voidable contract, an agreement which is enforceable by law at the option of one or more of the parties thereon but not at the option of the other or others is voidable contract. voidable contract പറഞ്ഞാൽ എന്താണ്, അത് ഒരു ആരാണോ അതിലത്തെ പാർട്ടീസ് അഗ്രീഡ് പാർട്ടീസ് അവരുടെ ഓപ്ഷൻ്റെ ബേസ് ചെയ്തിട്ട് ആ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ പറ്റും. എൻഫോഴ്സിബിലിറ്റി, വോയിഡ് കോൺട്രാക്റ്റ് എൻഫോഴ്സ്ഡ് അല്ല, കാരണം അതിൽ യാതൊരു ലീഗൽ എഫക്ട്സും ഇല്ല. ഇറ്റ്സ് നള്ളിറ്റി, നത്തിങ് ഇൻ ദാറ്റ്. ഓക്കെ. വോയിഡബിൾ കോൺട്രാക്ട് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇഫ് ദ അഗ്രീവ്ഡ് പാർട്ടി എലക്ട്സ് ടു ക്യാരി ഔട്ട് ദി കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്റ്റിന് എൻഫോഴ്സിബിലിറ്റി, ലീഗൽ കപ്പാസിറ്റി കിട്ടും എപ്പോൾ അഗ്രീവ്ഡ് പാർട്ടി പറഞ്ഞാൽ ത്രെട്ടൻ ചെയ്യപ്പെട്ട പാർട്ടിയുടെ അയാളാണ് ചോയ്സ് ചെയ്യുന്നത് വെദർ ടു ക്യാരി ഫോർവേഡ് ദി കോൺട്രാക്ട് ഓർ നോട്ട്.
അയാളത് മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല. ഓക്കെ, വാലിഡിറ്റി. A void contract is valid and binding on the parties concerned at the time of its formation, but subsequently it becomes void due to certain reasons like impossibility of performance and illegality. Void contract is വാലിഡ് ആണ് void contract. പക്ഷേ ഫോർമേഷൻ ടൈമിൽ അത് വാലിഡ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഒരു ഇല്ലീഗാലിറ്റി അല്ലെങ്കിൽ പെർഫോമൻസ്, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കാരണം അത് പിന്നീട് അതെന്താവും, void ആവും. Then another one, voidable contract. It's voidable. A contract is voidable because the consent of one party is not a free consent. ഒരു voidable contract voidable ആകുന്നത് എപ്പോഴാണ്? പാർട്ടീൻ്റെ കൺസെൻറ്റ്, അതർ പാർട്ടീനെ നമ്മൾ ത്രെട്ടൻ ചെയ്തിട്ടോ കൊയേഷൻ ചെയ്തിട്ടോ മിസ്റെപ്രസെൻറ്റേഷൻ വഴിയോ ഫ്രോഡ് വഴിയാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് എന്തല്ല, ഒരു ഫ്രീ കൺസെൻറ്റ് അല്ല. ആ ഫ്രീ കൺസെൻറ്റ് അല്ലാതെ ചെയ്ത ഒരു ഡീലാണ് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്താവും, വോയിഡബിൾ ആകും. അനദർ വൺ ഓപ്ഷനാണ്. നോ പാർട്ടി ഗെയിൻസ് എനി ഓപ്ഷൻ ദാറ്റ് സോ എവർ ഇറ്റ് ഹാസ് നോ ലീഗൽ ഫോഴ്സ്. വോയിഡബിൾ വോയിഡ് കോൺട്രാക്റ്റിലുള്ള ഒരു പാർട്ടീസും ഒന്നും ഗെയിൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് നോ ലീഗൽ ഫോഴ്സ്. ഇൻ കേസ് ഓഫ് voidable contract, agreed party has the option either elect to be bound by the contract or to repudiate. ഒരു കോൺട്രാക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകണോ അതോ റെപ്യൂഡിയേറ്റ്, അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ആരുടേതാണ്? അഗ്രീവ്ഡ് പാർട്ടി പറഞ്ഞാൽ ആരാണ്? ഇതിന് ഇരയാക്കപ്പെട്ട വ്യക്തി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. ദെൻ കണ്ടീഷൻ. എ വോയിഡ് കോൺട്രാക്ട് ഈസ് വോയിഡ് ഇൻ ഇറ്റ് സെൽഫ്. ഒരു വോയിഡ് കോൺട്രാക്റ്റ് തുടക്കം തൊട്ട് തന്നെ വോയിഡാണ്. വോയിഡബിൾ കോൺട്രാക്റ്റ് ഈസ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി അഗ്രീവ്ഡ് പാർട്ടി. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ 1, Indian Contract Act, distinction between void agreement and illegal agreement. Legality. Void agreement is not prohibited by law. നിയമം എതിർക്കുന്ന ഒന്നല്ല എന്ത്, void agreement. ബട്ട് ഇല്ലീഗൽ എഗ്രിമെൻറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. കർശനമായി ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക്, അങ്ങനത്തെ എഗ്രിമെൻറ്റ്സിലേക്ക് എൻ്റേർഡ് ചെയ്യരുത് എന്നുള്ളത് നിയമം അനുശാസിക്കുന്നുണ്ട്. ദെൻ സ്കോപ്പ്. വോയിഡ് ഭയങ്കര വൈഡർ ടേമാണ് ഇല്ലീഗലിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഓൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് നെസസറിലി ഇല്ലീഗൽ. കാരണം എല്ലാ വോയിഡ് എഗ്രിമെൻറ്റ് ഒരിക്കലും ഇല്ലീഗൽ ആണെന്നുള്ളത് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ എല്ലാ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സും എന്താണ്, വോയിഡാണ്. Third one, collateral agreement. A collateral agreement to a void agreement is enforceable. Void agreementൻ്റെ കൂടെ വേറെ ഒരു collateral agreement ഉണ്ടെങ്കിൽ അത് enforceable ആണ്. പക്ഷേ ഈ collateral agreement to an illegal agreementൻ്റെ കൂടെ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ പറയുകയാണ്, നമുക്ക് ഈ റോബറി ചെയ്തിട്ട് നമുക്ക് ഈ പൈസ വേറെ നല്ലൊരാൾക്ക് കൊടുക്കാം, വേറെ ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കാം. പക്ഷേ അത് എന്തല്ല, ഇറ്റ്സ് നോട്ട് എൻഫോഴ്സിബിൾ അറ്റ് ലോ. പണിഷ്മെൻറ്റ്. No party to a void agreement can be punishable. Void agreement is between minor person, unsound mind. അപ്പോൾ അവർ തമ്മിലൊരു അങ്ങനത്തെ ആളുകൾ തമ്മിലുള്ളൊരു ഡീല് വന്നിട്ടുണ്ടെങ്കിൽ, ആ ഒരു എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പണിഷബിൾ അല്ല. ഓക്കെ, അത് ബിഗിനിങ് തൊട്ട് തന്നെ അത് ലാപ്സ് ആയിട്ട് പോകും. പക്ഷേ ഇല്ലീഗൽ എഗ്രിമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് പണിഷ്മെൻറ്റ്, ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, so these all are about the second chapter, Indian Contract Act. What is the meaning of agreement, contract, the nature of the contract, essential elements of contract. Then all contracts are agreement, but all agreements are not contract. Classification of contract according to validity or enforceability, according to formation, according to the performance. Then distinction between contract and agreement, distinction between void agreement and void contract, distinction between void agreement and voidable contract, distinction between void contracts and voidable contract, and distinction between agreement and illegal agreement. Okay, thank you, have a nice day.